ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ആരൂസ് ആൻഡ് ഫാമിലി. നമ്മൾ ഇന്ന് ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മലമ്പുഴ ഡാം കാണാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളങ്ങനെ മലമ്പുഴയിൽ എത്തിയിരിക്കുവാണ് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു മയിലിനെയാണ് കേട്ടോ കണ്ടത്. എന്ത് ക്യൂട്ടാന്നറിയോ, നല്ല രസമായിരുന്നു കേട്ടോ അതിനെ കാണാനായിട്ട്. നമ്മളങ്ങനെ അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് നടന്നതിന് ശേഷം നമ്മളിപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുവാണ്. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ മലമ്പുഴ ഗാർഡനിലോട്ടാണ് ഫസ്റ്റ് എൻട്രി. അവിടെ തന്നെ ഐ ലവ് മലമ്പുഴ എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു സൗകര്യമായിട്ട് എനിക്കത് തോന്നി. അവിടെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുവാണ്. ഇതിനകത്ത് ഒരാളുടെ എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 25 റുപ്പീസുമാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മളങ്ങനെ ഗാർഡൻ ഏരിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ കണ്ണിൽ ഒരു കൃഷ്ണന്റെ ശില്പം പെട്ടത്. എന്തൊരു ഭംഗിയായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്കൊരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഒരുപാട് പേരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. നല്ല രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ മലമ്പുഴയിൽ ശില്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ വെട്ടാനായിട്ട് മറ്റൊരു സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഏറ്റവും പ്രശസ്തമായ കാനായി കുഞ്ഞിരാമന്റെ യക്ഷി എന്ന ശില്പവും ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം. നമ്മളിപ്പോ നിൽക്കുന്ന ഗാർഡൻ ഏരിയയിലാണ്. ഇവിടെ നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സീസണിൽ ഇപ്പൊ ഓഫ് സീസൺ ആണെന്ന് തോന്നുന്നു. അത്ര അധികം പൂക്കളൊന്നുമില്ല. കുറച്ച് നാള് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ചെമ്പക മരമാണ്. നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ഒരുപാട് പേരൊക്കെ അതിന്റെ ചോട്ടിലൊക്കെ ഇരിപ്പുണ്ട്. വളരെ ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതാണ് നമുക്ക് കണ്ണെത്താ ദൂരത്ത് അത്രയും കാഴ്ചകളാണ് ഇവിടെ. ഇത്തിരി ആയിട്ട് നമുക്ക് ഇല്ല ഇന്ന ഇന്ന പോർഷൻ വെച്ച് പറയാം അങ്ങനൊന്നുമില്ല. നിറയെ കാഴ്ചകളാണ് ഇവിടെ. എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകളാണ്. അത്ര ഭംഗിയുള്ള ഒരു ഉദ്യാനമാണ് കേട്ടോ ഇത്.
നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഒരു പുല്ല് വെച്ച് ചെയ്തിട്ടുള്ള ആർട്ട് വർക്കുകളാണ് കേട്ടോ. എന്താണ് ഈ പുല്ലിന്റെ പേരെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയിലാണ് ഓരോ വർക്കുകളും അവരിവിടെ ചെയ്തിരിക്കുന്നത്. അതൊരു സ്ത്രീയുടെയാണ്. ഒരു ഇതുപോലെ നമുക്ക് രൂപം പോലെ നമുക്ക് തോന്നും. അതുപോലെ ഇതൊരു മയില്. ഇനി നമുക്ക് ഫ്ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഒരു ഫ്ലൈറ്റിന്റെ ആണ് കേട്ടോ. ആ ഒരു ഷേപ്പ് അവർ ചെയ്ത പുല്ല് ആ ഷേപ്പിൽ വെട്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന കണ്ടോ. എന്ത് രസമല്ല ഇതിങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കാണാനായിട്ട്. ഇതെന്ത് തരം പുല്ലാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിന്റെ പേരറിയാവുന്ന ഒരു കമന്റ് ചെയ്തേക്ക്. അതുപോലെ തന്നെ നമുക്ക് ആനേനെയും മുതല അങ്ങനെ ഓരോ ജീവികളുടേതും വ്യത്യസ്ത തരത്തിലൊക്കെ ഇതിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും ഓരോരോ കാഴ്ചകളാണ്. അതാണ് ഈ ഉദ്യാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിന്റെ വൃന്ദാവനം എന്ന് വെറുതെ അല്ല ഈ ഉദ്യാനം അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ദേ മലമ്പുഴ ഡാമിന്റെ മുകളിൽ എത്തിയിരിക്കുവാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന വാനനിരീക്ഷണ കേന്ദ്രമാണ് ഇതിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഡാമിന്റെ മുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുവാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമ്മളിപ്പോൾ കാണുന്നതാണ് ഡാമിന്റെ മുകളിൽ നിന്ന് നമ്മുടെ മലമ്പുഴ ഉദ്യാനത്തിന്റെ മൊത്തം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി വൈബ്. നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ മൊത്തം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അത്രയ്ക്കാണ്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഈ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണത്. ഈ ഡാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ 1955 ഈ ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. നമ്മുടെ മലമ്പുഴ നദിക്ക് കുറുകെയാണ് ഈ ഡാം കെട്ടിയിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമാണിത്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു ഡാം കൂടെയാണിത്. നമ്മുടെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയാവോ. ഒരു പ്രത്യേകതരം ഭംഗി തന്നെ ഉണ്ട്. മാക്സിമം വാട്ടർ ലെവലൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അധികം വെള്ളം ഇല്ലെന്ന് തോന്നുന്നു. അതാണ് നമുക്ക് ഇതെല്ലാം തെളിഞ്ഞിങ്ങനെ കാണാൻ പറ്റുന്നത്. എന്തൊക്കെ പറഞ്ഞാലും രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. നമുക്ക്
നമ്മളങ്ങനെ മലമ്പുഴ ഡാമിന്റെ മുകളിലെ കാഴ്ചകളെല്ലാം കണ്ട് ഒരു ചെറിയ വഴിയിലൂടെ താഴേക്ക് ഇറങ്ങിയിരിക്കുവാണ്. നടന്ന് നടന്ന് കാല് കുഴഞ്ഞു ഗയ്സ്. അതുകൊണ്ട് കുറച്ചു നേരം എവിടെയെങ്കിലും ഇരുന്നിട്ട് പോവാന്ന് ഓർത്തു. അങ്ങനെ നമ്മളിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ഞങ്ങടെ കസിൻസ് എല്ലാരും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ നമ്മള് ആരും ഒരു പാറപ്പുറത്ത് കേറി റെസ്റ്റ് എടുക്കുവാണ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് മുന്നോട്ട് പോവാം. നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പഴാണ് ഗയ്സ് ഇത് കണ്ടത്. റോപ്പ് കാർ വരുന്നത്. നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ട് മുകളിൽ കൂടെയായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. അടിപൊളി ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ആരൂന് ഇത് കേറണം പറഞ്ഞ് നല്ല ബഹളമായിരുന്നു. നമുക്ക് എന്തായാലും അതിൽ അവളെ ഒന്ന് കേറ്റണം. ഇതാണ് കാണുന്നത്. അടിപൊളിയല്ലേ ഇങ്ങനെ അടിങ്ങി 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 ഇങ്ങനെ വരുന്നത് കാണാൻ എന്ത് രസമാണല്ലേ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ മലമ്പുഴ യക്ഷിയുടെ മുന്നിൽ എത്തിയിരിക്കുവാണ്. ഈ യക്ഷിക്ക് പറയാനായിട്ട് ഒരുപാട് കഥകൾ തന്നെയുണ്ട്. നമുക്കതൊക്കെ നോക്കാം. 1969 ഈ യക്ഷിയുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. പാലക്കാട് ഗ്രാമങ്ങളിലുണ്ടായിരുന്ന യക്ഷി സങ്കല്പങ്ങളുടെ കഥകളെയൊക്കെ ഉൾക്കൊണ്ടാണ് കാനായി കുഞ്ഞിരാമൻ ഈ ഒരു യക്ഷീനെ ഇവിടെ നിർമ്മിക്കാൻ ആലോചിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ യക്ഷിയുടെ പണി ഇടയ്ക്ക് വെച്ച് നിന്നു പോവുകയും പിന്നെ തുടർന്ന് ജലസേചന വകുപ്പെല്ലാം ഇടപെട്ട് രണ്ടാമതാണ് ഈ യക്ഷിയുടെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ തന്നെ ഇതിന്റെ ശില്പി കടന്നുപോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. യക്ഷിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ നമ്മുടെ യക്ഷിയോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ നൈസായിട്ട് നേരെ നടന്ന് നമ്മുടെ തൂക്കുപാലത്തിൽ എത്തിയിരിക്കുവാണ്. അവിടെ ഇച്ചിരി പേടിയുണ്ട് കേട്ടോ നടക്കാനായിട്ട്. ആരും ഇങ്ങനെ പേടിച്ച് പേടിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് തൂക്കുപാലത്തിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ നാട്ടുകളിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഞാൻ ഒരു പ്രത്യേകതയായിട്ട് എനിക്കത് തോന്നി. സഞ്ചാരികളെ ആകർഷിക്കാൻ നല്ലൊരു കാര്യം തന്നെയാണ് അവരിവിടെ ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മലമ്പുഴ ഡാമിന്റെ എല്ലാ കാര്യങ്ങളും അവര് സഞ്ചാരികളെ ആകർഷിക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തെ കൂടെ കേറിയിരിക്കുവാണ്. നടക്കാൻ ഒരു പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇപ്പൊ കാണുന്നതാണ് നമ്മുടെ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകളാണ് കേട്ടോ. 4 ഷട്ടറുകളാണ് മലമ്പുഴ ഡാമിനുള്ളത്. നമ്മളിത് മഴക്കാലത്തൊക്കെ ഓപ്പൺ ചെയ്യുന്നതാണ്. നമ്മളങ്ങനെ ഷട്ടറെല്ലാം കണ്ട്. ഇതാണ് മലമ്പുഴയിൽ ഏകദേശം മൊത്തത്തിലുള്ള ഒരു വ്യൂ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കരുത്. അപ്പം നമുക്ക് ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം നമുക്ക് ആരൂനെ പോയി നമ്മുടെ റോപ്പ് കാറിലൊക്കെ കയറ്റിയിട്ട് വരാം. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.
പേടിയണ്ട